വെൽക്കം ടു ഡബിൾ എസ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു പുതിയ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. നമ്മുടെ ജോലി സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ, ഇൻഫോ പാർക്കിൻ്റെ അടുത്ത്. ജോലി സ്ഥലം എന്ന് പറഞ്ഞാൽ ഇൻഫോ പാർക്ക്. ഞാനും ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നത് ഇൻഫോ പാർക്കിലാണ്. അപ്പം ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ഫ്ലാറ്റ് എടുത്തു നമ്മൾ റെൻറ്റിന്. അപ്പം അതിൻ്റെ എംപ്റ്റി ടൂറാണ് ഇന്നത്തെ വീഡിയോ. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായി. നമ്മളിവിടേക്ക് മാറിയിട്ട് 1 month എബോ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാളായി ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. അത് എഡിറ്റ് ചെയ്യാനും ഇടാനുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ആ എടുത്ത സമയത്ത് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാനും പിന്നെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാനെന്നുള്ളൊരു എന്താ പറയുക, ഒരു ഹെൽത്ത് ഉണ്ടായിരുന്നില്ല. അത് കാരണം കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫുൾ വീഡിയോ വീണ്ടും ഞാൻ ചെയ്യാം. ഒരു ഫ്ലാറ്റ് ടൂർ ഞാൻ വീണ്ടും ചെയ്യാം. ഇപ്പം എംപ്റ്റി ആണ് കാര്യം. ഇന്നത്തെ വീഡിയോയിൽ അതാണുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വ്ലോഗ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പം അത് ഇടുന്നേക്ക് മുമ്പ് എനിക്ക് ഈ സംഭവം ഈ വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് സെറ്റാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അന്ന് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അന്ന് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഒരു കണക്കിന് അങ്ങോട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് എടുത്ത് തീർക്കുകയാണ് ചെയ്തത്. അപ്പം അത് കാരണം കൊണ്ട് ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനോ കൺക്ലൂഷനോ അല്ലെങ്കിൽ ഒരു സംഭവം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ 1 month കഴിഞ്ഞിട്ടാണ് 1 month മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പുതുതായിട്ട് എടുത്തിട്ടുള്ള ഫ്ലാറ്റ് റെൻറ്റിനാണ് കേട്ടോ എടുത്തിട്ടുള്ള ഫ്ലാറ്റിൻ്റെ ടൂറാണ്, എംപ്റ്റി ടൂറാണ് ഇന്നത്തെ വീഡിയോ. എംപ്റ്റി ടൂർ എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ കാണുന്നതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഫ്ലാറ്റ് കേട്ടോ. ഒന്നുമില്ല, എല്ലാ സാധനങ്ങളും ഇതേ കൊണ്ടുവന്ന് ഓരോന്നോരോന്നായിട്ട് ഇറക്കി വെച്ചിരുന്നു. അപ്പം ഇത് ഇവിടെ ഉണ്ടായിരുന്നു ഒരു TV സ്റ്റാൻഡാണ്. അപ്പം അത് ഇവിടെ ഉണ്ട്. ബാക്കി ഇത് ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന പിള്ളേർ പഠിച്ചിരുന്ന ടേബിളാന്ന് തോന്നുന്നു. ഇത് കൊണ്ടേ കളഞ്ഞിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് കൊണ്ടേ കളയാം. ഒരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കളഞ്ഞില്ല. പിന്നതേ ഒരു ബാൽക്കണി ഞങ്ങളെ കൊണ്ട് വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഇതൊക്കെ ഇപ്പം തന്നെ കൊണ്ട് ഇറക്കിയിട്ടേ ഉള്ളൂ. ഇനി ഇതൊക്കെ പൊട്ടിക്കണം. പൊട്ടിച്ചെല്ലാം ശരിയാക്കി വെക്കാനുണ്ട്. കുറച്ച് സാധനങ്ങൾ ഓൾറെഡി നമ്മൾ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നപ്പം ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. അപ്പം ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് വെച്ചു. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാനുണ്ട്. ഇതൊക്കെ ഇപ്പം നമ്മൾ കൊണ്ടുവച്ചതാട്ടോ. ഇത് സെമി ഫർണിഷ്ഡ് ആണ്. സെമി ഫർണിഷ്ഡ് 3 BHK ഫ്ലാറ്റ് ആണ് കേട്ടോ നമ്മളെടുത്തത്. അപ്പം ഇവിടെ ഒരു ബാത്റൂം, ഇതൊരു കോമൺ ബാത്റൂം. ഇത് ഞാൻ പിന്നെ ഇവിടെ ഒരു ഇതാണ് ഞാൻ എൻ്റെ യൂട്യൂബിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന റൂം. ഇതില് ബാത്റൂം ഇല്ല, ബാൽക്കണി ഉണ്ട്. പകരം ബാത്റൂം ഇല്ലെങ്കിലും ബാൽക്കണി ഉണ്ട്. ഞാൻ ബാൽക്കണിയുടെ പുറത്തുള്ള വ്യൂസൊക്കെ ഞാൻ ശരിക്കും ഒന്നും കൂടെ ഈ ഫ്ലാറ്റ് സെറ്റ് ആക്കിയിട്ടൊക്കെ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം ഒന്നും ആക്കിയിട്ടില്ല, ജസ്റ്റ് നമ്മൾ എടുത്തിട്ട് സാധനങ്ങളൊക്കെ കൊണ്ട് വന്നിട്ടേ ഉള്ളൂ. ഇത് വെക്കാനുണ്ട് കേട്ടോ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പം ഈ കട്ടിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. കട്ടിലും കിടക്ക ഇവിടെ ഉണ്ടായിരുന്നു. കട്ടിലുള്ളത് വേണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ. ഇവിടെ ഉണ്ട് ഒരു ബാൽക്കണി. ഇവിടെ കബോർഡൊക്കെ ഉണ്ട്. ഒരു എന്തായിരുന്നു ഇതിനെന്താ പറയുക, ബാത്റൂം. ഇതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ കോർണേഴ്സിലായിട്ടാണ് കണ്ടോ. അപ്പം നോക്കി ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം. ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം. ഇതൊരു ചെറിയ റൂമാണ്. ബാൽക്കണി ഒന്നുമില്ല, ബട്ട് ബാത്റൂം ഉണ്ട്. ഒരു B വേണം, അത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ ബാൽക്കണി അല്ലെങ്കിൽ ബാത്റൂം. കോടതി തുറക്കാൻ പറ്റില്ലല്ലോ. സൂര്യയുടെ ഈ ബാത്റൂം പൂട്ടിയിട്ടേക്ക. സൂര്യട്ടാ, ഇവിടെ ജനൽ മാത്രമേ ഉള്ളൂ. ായി കിടന്ന ബാത്റൂം തുറക്കാൻ പറ്റിയിട്ട് അത് പ്രത്യേക രീതിയിൽ തുറന്നാലേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് എല്ലാം അലമ്പാക്കി ഇട്ടിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാം ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ അന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഇല്ലത്തേക്ക് പോയി. അതിന് പിറ്റേ ദിവസമാണ് എല്ലാവരും കൂടെ വന്നത്. അപ്പോൾ
സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ, ഗ്യാസ് സ്റ്റൗ, പിന്നെ എന്താണ് വാഷിംഗ് മെഷീൻ, ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ. മറ്റേത് കുറേ സാധനങ്ങൾ നമ്മൾ ട്രിവാൻഡ്രമൊക്കെ താമസിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ സംഭവങ്ങൾ രണ്ടും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ അത് ഓൾറെഡി യൂസ് ചെയ്തു. അത് കാരണം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സീനിലാണ് നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനത് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എടുത്തിരുന്നോന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പം എന്തായാലും എനിക്ക് അതിൻ്റെ അവസാന ഭാഗങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല ഇപ്പം എന്തായാലും. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി. അത് കഴിഞ്ഞ് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചു. തിരിച്ച് വീട്ടിൽ പോയി പിറ്റേ ദിവസം ഇങ്ങോട്ട് വന്നു ഇവിടെ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഫ്ലാറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇടച്ചിറയിലാണ് ഫ്ലാറ്റ് വരുന്നത്. വലിയ കോട്ടയാന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റാണ്, ബിൽഡേഴ്സാണ്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. 1 കിലോമീറ്റർ കഷ്ടി ഉള്ളൂ. നമുക്ക് നടന്ന് പോകാനൊക്കെ ദൂരേ ഉള്ളൂ ജോലി സ്ഥലത്തേക്ക്. അപ്പം അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.